ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സങ്കീർണമായ നയതന്ത്ര യുദ്ധഭൂമിയായി പശ്ചിമേഷ്യ മാറിയിരിക്കുന്നു. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ 5ാം വാരത്തിലേക്ക് കടക്കുമ്പോൾ യുദ്ധത്തിന്റെ ഗതിമാറ്റാൻ ശേഷിയുള്ള ഒരു ഇടപെടലുമായി റഷ്യ രംഗത്തെത്തിയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ നയങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് മുന്നോട്ട് വെച്ച പുതിയ നിബന്ധനകൾ ആഗോള രാഷ്ട്രീയത്തിൽ വലിയൊരു വോൾട്ടേജ് ഷോക്കാണ് നൽകിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധനപാതയായ ഹോർമുസ് കടലിടുക്കിലെ സമാധാനം ഇനി റഷ്യയുടെയും ഇറാന്റെയും നിബന്ധനകൾക്ക് വിധേയമായിരിക്കുമെന്ന സൂചനയാണ് മോസ്കോയിൽ നിന്ന് വരുന്നത്. മോസ്കോയിൽ ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി ബദർ അബ്ദലാറ്റിയുമായി നടത്തിയ സുപ്രധാന ചർച്ചയ്ക്ക് ശേഷമാണ് സെർജി ലാവ്റോവ് തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾ അമേരിക്ക അടിയന്തരമായി നിർത്തിവെക്കണമെന്നതാണ് റഷ്യയുടെ പ്രധാന ആവശ്യം. ഹോർമുസ് കടലിടുക്കിലെ സുസ്ഥിരത തകരാൻ കാരണം ഇറാന്റെ നീക്കങ്ങളല്ല, മറിച്ച് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തുന്ന സൈനിക വിന്യാസമാണെന്ന് ലാവ്റോവ് തുറന്നടിച്ചു. വാഷിംഗ്ടണിന്റെ ഭാഗത്തു നിന്നുള്ള ഈ അനാവശ്യ പ്രകോപനങ്ങൾ അവസാനിപ്പിക്കാതെ മേഖലയിൽ സമാധാനം പുലരില്ലെന്ന റഷ്യയുടെ നിലപാട് ട്രംപ് ഭരണകൂടത്തിന് വലിയൊരു നയതന്ത്ര വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എണ്ണയുടെ ഏതാണ്ട് 20% കടന്നു പോകുന്നത് ഹോർമുസ് കടലിടുക്കിലൂടെയാണ്. ഈ പാതയിൽ ചെറിയൊരു തടസ്സമുണ്ടായാൽ പോലും ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയും വികസ്വര രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ തകരുകയും ചെയ്യും. റഷ്യ ഇപ്പോൾ ഈ പാതയെ ഒരു നയതന്ത്ര ആയുധമായി ഉപയോഗിക്കുകയാണ്. ഇറാനെ സൈനികമായി നേരിടാൻ അമേരിക്ക ശ്രമിച്ചാൽ ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷിതമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കാൻ തങ്ങൾക്ക് കഴിയില്ലെന്ന പരോക്ഷമായ ഭീഷണിയാണ് പുടിൻ നൽകുന്നത്. ഇത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധിയാണ്. കാരണം എണ്ണവില വർദ്ധിക്കുന്നത് അമേരിക്കയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ തിരിച്ചടി ഉണ്ടാക്കും. പശ്ചിമേഷ്യയിലെ നിർണായക ശക്തിയായ ഈജിപ്ത് റഷ്യയുടെ ഈ സമാധാനാഹ്വാനത്തിന് പിന്തുണ നൽകുന്നു എന്നത് ശ്രദ്ധേയമാണ്. സൈനിക ബലത്തേക്കാൾ മുൻഗണന നൽകേണ്ടത് നയതന്ത്ര ചർച്ചകൾക്കാണെന്ന് ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി ബദർ അബ്ദലാറ്റി ഊന്നി പറഞ്ഞു. ഒരു വലിയ പ്രാദേശിക യുദ്ധം ഉണ്ടായാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്ന രാജ്യങ്ങളിലൊന്നാണ് ഈജിപ്ത്. അതിനാൽ തന്നെ അമേരിക്കയെയും ഇസ്രായേലിനെയും യുദ്ധത്തിന്റെ പാതയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ റഷ്യക്കൊപ്പം ചേർന്ന് ഈജിപ്ത് സമ്മർദ്ദം ചെലുത്തുകയാണ്. ഇറാൻ ഇസ്രായേൽ അമേരിക്ക ത്രികോണ സംഘർഷം 5ാം വാരത്തിലേക്ക് നീങ്ങുമ്പോൾ ലോകശക്തികൾ ചേരിതിരിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരു വശത്ത് അമേരിക്കയും ഇസ്രായേലും സൈനിക മേധാവിത്വം ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് റഷ്യയും ചൈനയും ഇറാനെ പിന്തുണച്ചുകൊണ്ട് നയതന്ത്ര പ്രതിരോധം തീർക്കുന്നു. ഈ ചേരിതിരിവ് പശ്ചിമേഷ്യയെ ഒരു 2ാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുകയാണ്. ലോകത്തിന്റെ പ്രധാന ഊർജ വിതരണ ശൃംഖലകൾ തകരാതിരിക്കാൻ അന്താരാഷ്ട്ര സമൂഹം അതീവ ജാഗ്രതയിലാണ്. ആയുധങ്ങൾ കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്തത്ര സങ്കീർണമാണ് പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങളെന്ന് ചരിത്രം പലതവണ തെളിയിച്ചിട്ടുണ്ട്. റഷ്യയുടെ പുതിയ നിബന്ധനകൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വിഴുങ്ങാനും തുപ്പാനും പറ്റാത്ത അവസ്ഥയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇറാനെ ആക്രമിച്ചാൽ എണ്ണ വിതരണം തടസ്സപ്പെടും. ആക്രമിച്ചില്ലെങ്കിൽ അത് ഇസ്രായേലിന്റെ സുരക്ഷയെ ബാധിക്കുമെന്ന തോന്നലുണ്ടാക്കും. ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ഏക വഴി നിരുപാധികമായ ചർച്ചകൾ മാത്രമാണ്. ഹോർമുസ് കടലിടുക്കിലെ തിരമാലകൾ ശാന്തമാകണമെങ്കിൽ വൻശക്തികൾ തങ്ങളുടെ വാശികൾ വെടിഞ്ഞ് സമാധാനത്തിന്റെ ഭാഷ സംസാരിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ലോകം കാണാൻ പോകുന്നത് ഇന്ധനക്ഷാമം കൊണ്ടും യുദ്ധം കൊണ്ടും തകർന്നടിഞ്ഞ ഒരു പുത്തൻ ലോകക്രമമായിരിക്കും.